ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന എവൻഗലിയോൻ ഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും ഈ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിന്റെ സ്വന്തം പട്ടണം എന്ന പേരിൽ അറിയപ്പെട്ട നസ്രയത്തിലാണ് ഇത് നടക്കുന്നത്. യായിറോസിന്റെ മകളുടെ സൗഖ്യത്തിന് ശേഷം നടന്ന സംഭവമാണ് ഇത്. സംഘാലയ പ്രമാണിയായ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ക്രിസ്തു നസ്രയത്തിലെ സംഘാലയത്തിലേക്കാണ് പോയത്. അത് ഒരു ശബത്ത് ദിവസമായിരുന്നു എന്ന് സുവിശേഷകൻ സൂചിപ്പിക്കുന്നു. ശബത്തിൽ ക്രിസ്തു സംഘാലയത്തിൽ പഠിപ്പിച്ചു. വിശുദ്ധ മർക്കോസിന്റെയും വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെയും സുവിശേഷത്തിൽ ക്രിസ്തു എന്താണ് സംഘാലയത്തിൽ പഠിപ്പിച്ചതെന്ന് വിവരിക്കുന്നില്ല. എന്നാൽ വിശുദ്ധനായ ലൂക്കോസ് എവൻഗലിസ്തൻ യേശുവിന്റെ പഠിപ്പിക്കലിന്റെ വിവരണം വിശദമായിട്ട് നൽകുന്നു. യേശു നസ്രയത്തിലെ സംഘാലയത്തിൽ പ്രവേശിച്ച് അവന് നൽകപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഇത് നിമിത്തം ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും അടിമകൾക്ക് മോചനവും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും മനം തകർന്നവരെ മോചനം നൽകുവാനും കർത്താവിന്റെ സ്വീകാര്യ വർഷം പ്രസംഗിക്കുവാനുമായി അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് അവൻ വായിച്ചത്. അവിടെ കൂടിയിരുന്നവരോട് യേശു പറഞ്ഞു, ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കണ്ണിൽ ഇന്ന് നിവൃത്തിയായി. ഇത് അവരിൽ അത്ഭുതമുണ്ടാക്കി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൃപാവചനത്തിൽ അവർ വിസ്മയിച്ചു. വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ സംഘാലയത്തിൽ കൂടിയിരുന്നവരുടെ 3 പ്രതികരണങ്ങളാണ് നൽകുന്നത്. 1, അവർ അത്ഭുതപ്പെട്ടു. 2, അവർ ചോദ്യം ചെയ്തു. 3, അവർ വിരുദ്ധപ്പെട്ടു. തിരുവെഴുത്തിന്റെ വ്യാഖ്യാനത്തിലാണ് അവർ അത്ഭുതപ്പെട്ടത്. 1-ാം അധ്യായം 22-ൽ പറയുന്നു, അവന്റെ ഉപദേശങ്ങളിൽ അവർ അത്ഭുതപ്പെട്ടത് അവൻ അധികാരമുള്ളവനെ പോലെ അവരെ പഠിപ്പിച്ചതിനാലാണ്. അവർ അത്ഭുതപ്പെടുവാനുള്ള 2ാമത്തെ കാരണം യേശുവിലൂടെ നടന്ന അത്ഭുത പ്രവൃത്തികളാണ്. ഈ സംഭവത്തിന് മുന്നോടിയായി ഗദരദേശത്തെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ സൗഖ്യം, യായിറോസിന്റെ മകളുടെ സൗഖ്യം, 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയുടെ സൗഖ്യം എന്നീ 3 അത്ഭുതങ്ങളാണ് നടന്നത്. പ്രധാനമായി 2 ചോദ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം എന്ത്? ഈ 2 ചോദ്യങ്ങൾ അവനെ അംഗീകരിക്കുവാനുള്ള അവരുടെ വൈമുഖ്യം വെളിപ്പെടുത്തുന്നതാണ്. അവന്റെ അമ്മയെയും അവന്റെ കുടുംബത്തെയും നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ് ഒരുപക്ഷേ അവനെ അംഗീകരിക്കുവാൻ അവർ തയ്യാറാകാഞ്ഞത്. ക്രിസ്തുവിനെ 2 രീതിയിലാണ് അവർ വിളിക്കുന്നത്. 1, മറിയമിന്റെ മകൻ. 2, തച്ചൻ. ക്രിസ്തുവിനെ മറിയമിന്റെ മകനെന്നും തച്ചനെന്നും വിളിക്കുന്ന ഏക സന്ദർഭം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മറിയത്തിന്റെ മകൻ എന്ന പ്രയോഗം കൊടുത്തിട്ടില്ല. അവിടെ ഇവൻ ആ തച്ചന്റെ മകൻ, ഇവന്റെ അമ്മ മറിയം എന്ന് വിളിക്കപ്പെടുന്നുവല്ലോ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് വിശുദ്ധ മർക്കോസ് ഈ പ്രയോഗം ഉപയോഗിച്ചു എന്നത് ആഴത്തിൽ പഠിക്കേണ്ടുന്ന വിഷയമാണ്.
മറിയമിന്റെ മകൻ എന്ന പ്രയോഗം ക്രിസ്തു മറിയത്തിൽ നിന്ന് പുരുഷബന്ധം കൂടാതെ ജനിച്ചു, ക്രിസ്തു മറിയത്തിന്റെ ഏകമകൻ എന്നീ പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ ഉറപ്പിച്ചു പറയുന്നതാണ്. ക്രിസ്തു അവരുടെ വിശ്വാസമില്ലായ്മയിൽ അത്ഭുതപ്പെട്ടു. അവരുടെ അവിശ്വാസം ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ തന്നെ തടസ്സം ചെയ്തു. അവൻ ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെ ഉപദേശിക്കുവാൻ തുടങ്ങി. അവിശ്വാസം ദേശത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് നമ്മുടെ അവിശ്വാസം തടസ്സമാകുന്നു എന്ന് ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതിരിക്കുന്നു. അപരന്റെ അനുഗ്രഹത്തിന് എൻ്റെ അവിശ്വാസം തടസ്സമാകുന്നുവെങ്കിൽ തിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസപൂർവം സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.